ഭാര്യമാരെ വീട്ടുജോലിയെ സഹായിക്കണമെന്ന് പറയുമ്പോൾ മിക്കവാറും ഭർത്താക്കന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓ, ഞങ്ങൾ ഇനി പുറത്തു പോയിട്ട് ജോലിയൊക്കെ ചെയ്തു വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ജോലിയും കൂടെ ചെയ്യണമെന്നുള്ളത്. ആക്ച്വലി ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വരുന്നതാണ്. ഒരു ഭാര്യയും പുറത്തു പോയി അധ്വാനിച്ച് വീട്ടിലേക്ക് ക്ഷീണിതനായി വരുന്ന തന്റെ ഭർത്താവ് വീട്ടുജോലിയും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയില്ല, പറയുകയില്ല. പിന്നെ പ്രോബ്ലം എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ, പല ഭർത്താക്കന്മാരും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരവരുടെ ഫോണുമായിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കുകയോ അതല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവുകയൊക്കെ ആയിരിക്കും ചെയ്യുക. ഈ ഭാര്യമാർക്ക് അവരർഹിക്കുന്ന സമയം കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർ ഇറിറ്റേറ്റഡ് ആവുന്നത്. നിങ്ങളുടെ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ അടുത്തൊന്ന് വന്നിരിക്കുക, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, അവര് നിങ്ങളുടെ കുടുംബത്തിൽ എടുക്കുന്ന എഫേർട്ടിനെ വില മതിച്ചുകൊണ്ട് സംസാരിക്കുക, അവളുടെ സൗന്ദര്യത്തെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. ഇതെല്ലാം ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒന്ന് ദോശ മറിച്ചിട്ട് കൊടുക്കുകയോ ഒരു പ്ലേറ്റ് കഴുകി വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഭാര്യ ഹാപ്പി ആവും. ഇതിനെ ഒന്നും നിങ്ങളൊരു ജോലിയായിട്ട് കാണാതിരിക്കുക. നിങ്ങളുടെ ഭാര്യയോടുള്ള നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ലവ് ലാംഗ്വേജ് ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഭാര്യമാര് ഭർത്താക്കന്മാര് തങ്ങളുടെ കൂടെ അടുക്കളയിൽ ഉണ്ടായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു പ്രസൻസ്, അത് അവർക്ക് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. അത് കിട്ടാതാവുമ്പോഴാണ് അവർ പ്രശ്നക്കാരാവുന്നത്. നാളെ മുതൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ.